ദ റോഡ് ഓഫ് എയ്റൻ, അഹറോൻ്റെ തളിർത്ത വടി. ഇത് പരിശുദ്ധാത്മാവ് തന്നെ നമ്മളോട് പറയാൻ പറഞ്ഞ ഒരു സന്ദേശമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചെറിയ ഗ്രൂപ്പോ വലിയ ഗ്രൂപ്പോ ഒക്കെ വരുമ്പോൾ അവിടെ എല്ലാം ആരാണ് മുമ്പിലിരിക്കേണ്ടത്, ആരാണ് മുൻപിൽ നയിക്കേണ്ടതെന്നൊക്കെ ദൈവം നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം നിയോഗിക്കുന്നതിന് കൗണ്ടറായിട്ട് വേറെ ആളിനെ പിശാച് തന്നെ കൊണ്ടുവരാറുമുണ്ട്. എന്നാൽ ദൈവം നിയോഗിച്ച ആളിനെ പിശാച് പിടിച്ചവരും സ്വാർത്ഥതയുള്ളവരും ചോദ്യം ചെയ്യുമ്പോൾ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അധ്യായമാണ് സംഖ്യാപുസ്തകം 17-ാം അധ്യായം എടുത്തു വായിക്കണം. ഈ സംഖ്യാപുസ്തകം 17-നകത്ത് നമ്മൾ കാണുന്നത് മോശയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ജനത. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മോശയെ ദൈവം വിളിച്ചു മാറ്റി എളുപ്പമൊന്നുമല്ല. പല പ്രാവശ്യം മോശ പറയുന്നുണ്ട്, എനിക്ക് വിക്കാണ്, എനിക്ക് വയ്യ മുമ്പിൽ നിൽക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ദൈവത്തിനറിയാം മോശയെ പിടിച്ച് നിർത്തിയാൽ ശരിയാക്കണം. അപ്പം ദൈവം നിർബന്ധിച്ച് തൻ്റെ പരിശുദ്ധാത്മാവിൽ മോശയെ ബലപ്പെടുത്തി നിർത്തുമ്പം ദൈവമാണ് മോശയായിട്ട് മോശ നിൽക്കുമ്പം ദൈവമാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകണം. അതുകൊണ്ടാണ് ഫറോൻ്റെ മുമ്പിൽ മോശയോട് നീ നിൽക്കുമ്പോൾ നീ ദൈവമാണ് ഫറോന് നീ ദൈവമാണ് മനസ്സിലാക്കണം. അപ്പോൾ ചെറിയ ആളൊന്നുമല്ല. ഇപ്പം നമ്മളോട് പറയുക, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് മുമ്പിൽ നമ്മൾ ദൈവമായിട്ട് നിൽക്കണം, നീ ദൈവമാണെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുക, നമ്മൾ ഉൾക്കൊള്ളുമോ? അല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ വലിയ ആളാന്ന് പറയാൻ ഉൾക്കൊള്ളൂ? ഇല്ല. നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരണം. ഇതൊക്കെ പൂർണ്ണമായിട്ടും ജഡം മരിച്ചവർക്കേ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കത്തുള്ളൂ. പൂർണ്ണമായിട്ടും ദൈവം പറയുകയാണ്. അത് കർത്താവ് കഴുതയെ കൊണ്ടുപോലും സംസാരിപ്പിക്കുന്നുണ്ട്. കഴുത പറഞ്ഞു എനിക്ക് മിണ്ടാ അറിയാൻ വയ്യാന്ന് കഴുത പറഞ്ഞില്ല, പറയാൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തു. അതാണ് അവൈലബിലിറ്റി. ഇത് വായിച്ചു നോക്കാം. ദ റോഡ് ഓഫ് എയ്റൻ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. സംഖ്യാപുസ്തകത്തിൻ്റെ 17. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്ത് ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരുടെ പക്കൽ നിന്ന് ഗോത്രമായി സകല ഗോത്ര പ്രഭുക്കന്മാരോട് ഓരോ വടി വീതം 12 വടി വാങ്ങി ഓരോരുത്തൻ്റെ വടിമേൽ അവൻ്റെ പേര് എഴുതുക. എന്താണ്? ആരാണ് മൂപ്പൻ, ആരാണ് ലീഡർ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോഴും അത് തന്നെയാണ് എല്ലായിടത്തും വരുന്ന ക്വസ്റ്റ്യൻ. അപ്പം ദൈവം പറഞ്ഞു, ശരി, ഒരു കാര്യം മോശയോട് പറയുകയാണ്, 12 ഗോത്രത്തിലുള്ളവരുടെ മൂപ്പന്മാരുടെ ഓരോ വടികൾ എടുത്തുകൊണ്ട് വന്നിട്ട് അവരുടെ പേരെഴുതിക്കൊണ്ട് വരിക. ലേവിയുടെ വടിമേലോ, അപ്പം അഹറോൻ ലേവ്യ ഗോത്രത്തിൽപ്പെട്ട ലേവിയുടെ വടിമേലോ അഹറോൻ്റെ പേരെഴുതണം. ഓരോ ഗോത്രത്തലവിനും ഓരോ വടിയുണ്ട്. ഒരാൾക്ക് ഒരു വടി വെച്ച്, ഒരു ഗോത്രത്തിന് ഒരു വടി. സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉൾപ്പെടുന്ന ഇടമായ സാക്ഷ്യത്തിൻ്റെ മുമ്പാകെ അവയെ വെക്കണം. ദൈവം പ്രത്യക്ഷപ്പെടുന്ന സാക്ഷ്യപെട്ടകത്തിന് മുൻപിൽ ഈ വടികൾ കൊണ്ട് വെക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളിർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുത്തത് ഞാൻ നിർത്തും. അപ്പം മറ്റുള്ളവർ ദൈവം നിയോഗിച്ചവർക്കെതിരായിട്ട് പിറുപിറുക്കുകയും വേണ്ടാത്തത് പറയുകയും ചെയ്യുമ്പോൾ ദൈവം പറയാണ്, ഞാൻ ആ കാര്യം ഏറ്റെടുത്തിരിക്കുക. ഐ ആം ഇൻ ചാർജ്. അതല്ലേ, ഞാനാണ് കാര്യം. അത് ഞാൻ പലപ്പോഴും ഈ പ്രശ്നം വരുമ്പോൾ ദൈവത്തോട് വാർത്ത ഒരു പ്രാവശ്യം വ്യക്തമായിട്ട് ഐ ആം ഇൻ ചാർജ്. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ സത്യത്തിൽ പല കാര്യങ്ങളുടെയും പ്രശ്നം വരുമ്പം ഞാനൊന്നും മിണ്ടണ്ട. ഞാൻ മിണ്ടിയാൽ പ്രശ്നമാകും. ബിക്കോസ് അധികപ്പറ്റെന്ന് പറയാൻ നേരം. പക്ഷെ ദൈവം പറയുമ്പം കറക്റ്റ് ദൈവം പറയാം. അതാണ് ദൈവം, ഐ ആം ഇൻ ചാർജ്. അപ്പം ദൈവം പറഞ്ഞു കൊടുത്തു മോശയോട് എന്താ ചെയ്യണ്ടേ. ഞാൻ ഈ കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാത്തിൻ്റെ നിന്ന് ഓരോ വടി കൊണ്ടുവന്നിട്ട് ആരുടെ വടിയാണ് തളിർക്കുന്നത് അവരെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അതോടുകൂടി എല്ലാവരുടെയും പ്രശ്നം തീരുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പെറുപെറുക്കൽ നിർത്തലാക്കുന്നത്. മോശ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുക. അവരുടെ സകല പ്രഭുക്കന്മാരും ഗോത്രം ഓരോ പ്രഭു ഓരോ വടി വീതം 12 വടി അവൻ്റെ പക്കൽ കൊടുക്കുകയും ചെയ്തു. 12 ഗോത്രക്കാർ ഓരോ വടിയുണ്ട്. വടികളുടെ കൂട്ടത്തിൽ അഹറോൻ്റെ വടി ഉണ്ടായിരുന്നു. മോശ വടികളെ സാക്ഷി കൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിറ്റന്നാൾ മോശ സാക്ഷി കൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗൃഹത്തിനുള്ള അഹറോൻ്റെ വടി തളിർത്തിരിക്കുന്ന കണ്ടു. അത് തളിർത്തു പൂത്തു ബദാം ഫലം കായ്ച്ചിരിക്കുന്നു. ഉണ്ടാ, തളിർത്തു പൂത്തു ബദാം കായ്ച്ചിരിക്കും. ഒരു ദിവസം ഒറ്റ രാത്രി കൊണ്ട്. ഇതാണ് നമ്മുടെ ദൈവം. ഇന്ന് നമ്മുടെ ആയുസ് തീരും. ഇന്ന് നമ്മുടെ പ്രശ്നം ഇത് നാളെ കൊണ്ട് രാവിലെ നേർക്കുന്നതിന് മുമ്പ് വീടിൽ നിന്ന് ഇറങ്ങിപ്പോണം, ഇന്ന് നീയും തീരുമെന്നൊക്കെ പറയുമ്പം കർത്താവ് പറയാണ്, നിൻ്റെ റോഡ് ഇവിടെ, നിൻ്റെ പെറ്റീഷൻ കൊണ്ട് എൻ്റെ മുമ്പിൽ വെക്ക്, നിൻ്റെ പെറ്റീഷൻ എൻ്റെ മുമ്പിൽ വെക്ക്. ഈ വടി ഇത് തളിർക്കും, ഇത് പൂക്കും, ഇത് കായ്ക്കും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇതേപോലെ രാവിലെ ഒരു
രാവിലെ ഒരു ദർശനം, സ്വപ്നമാണോ ദർശനമാണോ, ഉണങ്ങിയ ഒരു കമ്പൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്, കറുത്ത നിറമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എന്താണ് ഇന്നിനിപ്പോൾ എന്താണ്? നമ്മൾ സ്വപ്നം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയം വരും. ആദ്യമേ അങ്ങനെ തന്നെ നമ്മൾ ചിന്തിച്ചു, എന്താണ് കറുത്ത നിറത്തിലുള്ള നല്ല ഒരു കറുത്ത കമ്പ് നിൽക്കുന്നു, ഓ ജീവനേ അതിലില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം കർത്താവ് ഓർപ്പിച്ചതാണ്, അഹറോൻ്റെ വടി നീ കാണുന്നില്ലേ? എന്ത് പ്രശ്നമാണ് നിൻ്റെ മുമ്പിൽ വരുന്നത്? പിശാച് കൊണ്ടുവരുന്ന ഏതാണ്ട് പ്ലാൻ ചെയ്തുകൊണ്ട് വരിക. പക്ഷെ ദൈവം പറയുന്നു, നീ കൊണ്ടുവന്ന റോഡ് എൻ്റെ മുമ്പിൽ വെക്കേ, ഞാനത് തളിർക്കും, അത് പൂപ്പിക്കും, അത് കായ്പിക്കും. അങ്ങനെ ചെയ്യുന്നൊരു ദൈവം എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കുടുംബാവശ്യത്തിനും ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? മോശ വടികളെ സാക്ഷി കൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിറ്റേന്നാൾ മോശ സാക്ഷി കൂടാരത്തിൽ ചെന്നപ്പോൾ ലേവി ഗൃഹത്തിലുള്ള അഹറോൻ്റെ വടി തളർത്തിരിക്കുന്നുണ്ട്. അത് തളിർത്തു, പൂത്തു, ബദാം പറയും. മോശ വടികളെല്ലാം യഹോവയുടെ സന്നിധിയിൽ നിന്ന് എടുത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പുറത്ത് കൊണ്ടുവന്നു. അവർ ഓരോരുത്തരും താന്താൻ്റെ വടി നോക്കിയെടുത്തു. യഹോവ മോശയോടെ, അഹറോൻ്റെ വടി മത്സരികൾക്ക് ഒരു അടയാളമായി സൂക്ഷിക്കേണ്ടതിന് സാക്ഷ്യത്തിൻ്റെ മുമ്പിൽ തിരികെ കൊണ്ടുവരിക. അവർ മരിക്കാതിരിക്കേണ്ടതിന് എനിക്ക് വിരോധമായുള്ള അവരുടെ പിറുപിറുപ്പை നീ ഇങ്ങനെ നിർത്തലാക്കും എന്ന് കൽപ്പിച്ചു. മോശ അങ്ങനെ തന്നെ ചെയ്തു. മോശ അനുസരിക്കുന്നു. മോശയുടെ കൂടെ അഹറോനെ ദൈവം പ്രവാചകനായിട്ട് നിർത്തിയപ്പോൾ അതിനെതിരായിട്ട് സംസാരിച്ചവരുടെ വായെ പരിശുദ്ധനായ ദൈവം തമ്പുരാൻ തന്നെ അടപ്പിക്കുക തന്നെയല്ല, എന്നേക്കും ഒരടയാളമായിട്ട് എന്തു പറ്റി? അഹറോൻ്റെ വയിലിരുന്ന വടി തളിർത്ത് പൂത്ത് കായ്ച്ചത് ഇന്നിപ്പോൾ സമാഗമന കൂടാരത്തിനകത്ത് ആ ദിവസങ്ങളിലെല്ലാം അവിടെ. അതോടെ പിന്നെ ഒരു മനുഷ്യൻ മിണ്ടുമോ? അതാണ് നമ്മുടെ ദൈവം. അതാണ് ചോദ്യം ചെയ്യാൻ വയ്യാത്തവണ്ണം പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ആരാണ് നമ്മൾ ചോദ്യം ചെയ്യാൻ ഒക്കത്തില്ല ഈ ദൈവത്തിന് മുമ്പിൽ. ദൈവമാണ് ഒരാളെ ഉയർത്തിയതെങ്കിൽ യു ഹാവ് നോ റൈറ്റ്. അതുകൊണ്ടാണല്ലോ ഹാമാൻ ഇന്ന് കഴുകുമരത്തെ കയറ്റണമെന്ന് വിചാരിച്ചു മൊർദെഖായി. പക്ഷെ മൊർദെഖായി രാത്രി കൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന മകനെ ദൈവം തിരിച്ചെഴുതിപ്പിക്കുന്ന ഒരു കഥയാണ് എസ്തേറിൻ്റെ ബുക്കിനകത്ത് എഴുതിയിരിക്കുന്നത്. അറ്റരാത്രിയുണ്ട്. മൊർദെഖായിയുടെ ഭാര്യ പറയുന്നുണ്ട്, അവൻ യഹൂദനാണ് എങ്കിൽ അവൻ്റെ മേൽ നീ കൈവച്ചിട്ട് ഒരു കാര്യമില്ല, നടക്കത്തില്ല. എന്ത്? ദൈവത്തിൻ്റെ മക്കൾക്കെതിരായിട്ട്. അന്ന് യഹൂദൻ, ഇന്ന് നമ്മൾ ദൈവമക്കളാണ്. ഉന്നത പദവിയുള്ള നമ്മുടെ മേൽ ദുഷ്ടൻ്റെ കൈ ഉയർത്തുന്ന നിമിഷത്തിൽ ദൈവം അവനെ നശിപ്പിക്കുമെന്നുള്ളതിന് സംശയമില്ല. ദൈവം കുറേയൊക്കെ ക്ഷമിക്കുന്ന ദൈവം. പക്ഷെ പല കാര്യങ്ങളും പല വിശ്വാസികളുടെയും ജീവിതത്തിൽ നിരന്തരം ഉപദ്രവിക്കുന്നവരെ ദൈവം എടുത്തു മാറ്റുന്നതായിട്ടും തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഓരോ വ്യക്തിയും എവിടെയാണ് നിൽക്കേണ്ടതെന്ന് അവനവൻ തീരുമാനിക്കണം. നമ്മൾ നമ്മുടെ കാര്യം ശരിയാക്കിയാൽ എന്തെങ്കിലും വ്യത്യാസം നമ്മളിൽ വരണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തോട് പറയുക. നമ്മുടെ പ്രശ്നം എത്ര വലുതാണെങ്കിലും ദൈവം അഹറോൻ്റെ വടി തളിർത്തു പൂത്തു കായ്ച്ചതുപോലെ നമ്മുടേത് കായ്പിച്ചു തരാൻ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ദൈവമാണ്. എത്ര വലിയ പ്രശ്നമാണേലും ദൈവസന്നിധിയിൽ മനസ്സോടെ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പം അന്ന് രാത്രി പല പ്രാവശ്യം ആ റോഡ് പൂത്തോ അല്ലെങ്കിൽ സംഭവിച്ചോ നോക്കാൻ മോശ വന്നില്ല, അഹറോനും ഇറങ്ങി വന്നില്ല. അവർ ദൈവത്തെ ട്രസ്റ്റ് ചെയ്തു. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ എന്താണ് ഏത് ഭാരത്തിൽ കൂടെ പോകുന്ന ആ ഭാരം ഈ കർത്താവിൻ്റെ മുൻപിൽ കൊണ്ട് അങ്ങോട്ട് വയ്ക്കുക. പണ്ട് സമാഗമന കൂടാരത്തിൽ, ഇന്ന് ക്രിസ്തുവിൻ്റെ മുൻപിൽ കൊണ്ട് വെച്ചിട്ട് ദൈവമേ ഇത് നിൻ്റെ വിഷയമാണെന്ന് മുതൽ നീ എടുക്കണമേ എന്ന് പറയാൻ തുടങ്ങണം. അങ്ങനെ പൂർണ്ണമായിട്ട് ദിസ് ഈസ് കോൾഡ് ട്രസ്റ്റ്. ഇപ്പോൾ സദൃശവാക്യം 3:5-6 ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, ഡു നോട്ട് ലീൻ ഓൺ യുവർ ഓൺ understanding, acknowledge him in all your ways and he will lead your path straight. എത്ര കറക്റ്റ് അല്ലേ സദൃശവാക്യം? ഇതൊക്കെ നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കണം. എപ്പം നമ്മൾക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടിയിരിക്കത്തില്ല, പക്ഷേ ഉടനെ നമ്മൾ ഇതെടുത്ത് പറയണം. കർത്താവേ 3:6 പൂർണ്ണ ഹൃദയത്തോടെ 5-6 പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. നമ്മുടെ എല്ലാ ആവശ്യത്തിൻ്റെ മേലും ദൈവമുണ്ടെന്ന് ഉറപ്പിച്ച് പറയാനുള്ള ധൈര്യം നമുക്ക് വേണം. ആ ദൈവം എൻ്റെ മുമ്പിൽ നിൽക്കുന്നിടത്തോളം കാലം കിഴക്കോട്ടോ പടിഞ്ഞാറോ ഞാൻ മാറത്തില്ല. അതായത് ഞാൻ ഉറച്ച പാറയാണ്. നമ്മൾ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുന്നു. ജോഷിയാട് 1:9 പറയുന്നില്ല,
ദൈവം പറഞ്ഞില്ല, മോശയുടെ കൂടെ ഇരുന്നത് പോലെ ഞാൻ മോശയുടെ ജീവിതകാലത്തൊക്കെയും ഞാൻ അവൻ്റെ കൂടെ ഇരുന്നത് പോലെ ജോഷുവായെ നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഞാനല്ലേ കൽപ്പിച്ചതെന്ന്. ആ കൽപ്പിക്കുന്ന ദൈവം നമ്മളോട് പറയുക. 2025 തുടങ്ങി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട വർഷത്തിലേക്ക് കാല് ചവിട്ടി. ഇടതും വലതും യുദ്ധശ്രുതിയുണ്ട്, ഭാരങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ദൈവം പറയുന്നു ഉറപ്പും ധൈര്യമായിട്ടിരിക്കുക, ഞാൻ നിൻ്റെ കാര്യങ്ങൾ നേടിയെടുത്തു തരുന്ന ദൈവം. അവനിൽ വിശ്രമിക്കാം. ദൈവം ഏറ്റെടുത്തെങ്കിൽ അതിൽ കൂടിയ ഭാഗ്യമില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ പരിശുദ്ധാത്മാവ് ജീവിച്ചിരുന്ന കാലത്ത് നീ നിയോഗിച്ചതായ അഹറോനെതിരായിട്ട്, മോശയ്ക്കെതിരായിട്ട് അവിടെയുള്ള ഇസ്രായേൽ ജനത ഇടയ്ക്കിടയ്ക്ക് പിറുപിറുക്കുകയും വഴക്കുണ്ടാക്കുന്നത്, അധികാരത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നും ദൈവം നിയോഗിച്ചവർക്കെതിരായിട്ട് അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ജനതയാണ് അത്. അവരല്ല, അവരിലുള്ള ദുഷ്ടാത്മാവ് സത്യദൈവത്തിൻ്റെ ആത്മാവിനെതിരായിട്ട് ഉதைക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. നീ ആരോടാണ് ഉதைക്കുന്നത് എന്ന് പൗലോസിനോട് ദൈവം ചോദിച്ചതുപോലെ ഞങ്ങൾക്കെതിരായിട്ട് ഉதைക്കുന്നവനോട് നീ തന്നെ സംസാരിച്ചാട്ട്. സൂര്യനസ്തമിക്കുന്നതിന് മുൻപ് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അപ്പച്ച. അതിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ വചനമായിട്ട് നിൽക്കുന്നവരുടെ മേൽ നിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയുള്ളതിനാൽ ശത്രുവിൻ്റെ ഏതായുധങ്ങളും അവൻ്റെ ഉത്ഭവത്തിൽ തന്നെ ഇല്ലാതായിപ്പോട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കും. തലമുറകൾക്കെതിരായിട്ടുള്ള ചോദ്യം ചെയ്യൽ, പിറുപിറുക്കൽ, ദൈവം നിയോഗിച്ച പദവിക്കെതിരായിട്ട് വരുന്ന ആരോപണങ്ങൾ അഴിഞ്ഞു പോകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ കരിഞ്ഞു പോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ സ്വാർത്ഥതയുടെ ആത്മാവിനെ വെട്ടിമാറ്റി പരിശുദ്ധനായ ദൈവത്തിൻ്റെ അനുസരണമുള്ള പാത്രങ്ങളാക്കി. ക്രിസ്തു എങ്ങനെയാണ് പിതാവിന് തന്നെത്താനെ സമർപ്പിച്ചു കൊടുത്തത്, ഐസക് ഇസഹാക്ക് എങ്ങനെയാണ് അബ്രഹാമിന് ബലി കഴിപ്പിക്കാൻ സമർപ്പിച്ചു കൊടുത്തത്, അതുപോലെ കർത്താവിൻ്റെ മുമ്പിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ശത്രു ഞങ്ങളുടെ അടുക്കത്തില്ല. ദൈവം അറിയാതൊന്നും സംഭവിക്കത്തില്ല. ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും പരിപാലിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. തലമുറകളുടെ ദൈവമെന്നാണ് നിന്നെ വിളിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ ആത്മ ഞങ്ങളിൽ പകരുന്നതിന് നന്ദി. ആ കവചം ഞങ്ങൾക്ക് മുകളിൽ നിൽക്കുന്നതിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ നീടലിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.